ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് പോകുന്നൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. ആക്ച്വലി കുറേ പ്ലാൻ ചെയ്തു, പിന്നെ പോകണ്ടെന്ന് വെച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ. രാവിലെ 4 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് 6 മണിയായി. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവ് ത്രൂവിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് നമ്മൾ ഇഡ്ഡലി ചട്നിയൊക്കെ ആക്കി കൊണ്ടുപോയിട്ടായിരുന്നു. കാരണം നമ്മൾ കൂടെ കുട്ടികളും ഉണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യം അറിയാലോ, നമ്മൾ നാട്ടിലെ പോലെ വിശക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് നിർത്തിയാൽ പൊറോട്ട ബീഫ് കഴിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമ്മളെല്ലാം പ്ലാൻഡ് ആയിരുന്നു. ദെൻ നമ്മൾ അവിടുന്ന് നിയർലി നോർത്താംപ്ടണിൽ നിന്ന് നമുക്കൊരു 5.5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു, വൺ സൈഡ്. സോ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലാൻസെൻ്റ് ആയിരുന്നു. നമ്മളതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ലാൻസെൻ്റിലെത്തി. 12:30 ഫസ്റ്റ് കാണിച്ചിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിർത്തി വന്നതുകൊണ്ട് തന്നെ 1:20 ഒക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. നല്ല കാറ്റാണ്. കാറ്റുകൊണ്ട് തുഴഞ്ഞു പോവാണ്. പക്ഷെ നമ്മളിങ്ങനെ തുഴഞ്ഞു കൊണ്ടുപോകും. ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ലാൻസെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റർ ആവണോ അവിടെയുള്ള വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇങ്ങോട്ട് ടിക്കറ്റ്സും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഫ്രീ ഓഫ് എൻട്രി ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചില ആക്ടിവിറ്റീസിന് നമ്മൾ പൈസ കൊടുക്കണം. നമ്മൾ എൻ്റർ ആയിട്ട് ഫസ്റ്റ് വരുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് പേഴ്സണലി സീ അല്ലെങ്കിൽ ഓഷ്യൻ എന്നൊക്കെ പറയുന്ന വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എല്ലാ വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ലാൻസെൻ്റിൻ്റെ ഇവിടെ വന്നിട്ട് ഈ സൈൻ പോസ്റ്റിൽ പേരല്ലെങ്കിൽ നമ്മുടെ വീട്ടുപേര് സ്ഥലത്തിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫ്രണ്ട്സ് മലബാറീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഫോട്ടോ എടുത്തു. അതിന് ചാർജ് ഉണ്ട് കേട്ടോ, ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ആ ഫോട്ടോ. അത് ആക്ച്വലി 11 pounds സംതിങ് കൊടുക്കണം. പിന്നെ നമുക്ക് എക്സ്ട്രാ ഫോട്ടോസ് വേണമെങ്കിൽ 4 point something കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഫോട്ടോസ് കിട്ടും. നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് എന്താ പറയുക, ഈ ഒരു പൈസ മുടക്കുന്നതിൽ വലിയ ഇതൊന്നുമില്ല, വേർത്താണ്. ആൻഡ് തന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോകാൻ വിചാരിച്ചത് മിനാക് തിയേറ്ററാണ്. ബട്ട് ആക്ച്വലി നമ്മുടെ വണ്ടിയിൽ പെട്രോൾ കുറവായതുകൊണ്ട് പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു വരാം എന്ന് വിചാരിച്ചപ്പോഴേക്കും അതിൻ്റെ ക്ലോസിങ് ടൈമായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത് നേരത്തെ ക്ലോസ് ആയി. ദെൻ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം നല്ലൊരു സൈഡായിരുന്നു കേട്ടോ അവിടെ. നമ്മളൊരു പാർക്കിൻ്റെ സൈഡിൽ വന്നിരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ എന്താ പറയുക അക്കോമഡേഷനിലേക്ക് പോയി. നമ്മൾ ക്യാരവനായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാരവൻ സ്റ്റേ ആയിരുന്നു. 8 o'clock ആകുമ്പോഴേക്കും നമുക്ക് കീ എടുക്കണമായിരുന്നു. സെൽഫ് ചെക്കിംഗ് ആയിരുന്നു കേട്ടോ. ക്യാരവൻ സ്റ്റേ ഒന്നും പറയാനില്ല, അടിപൊളി. അവിടെ എത്തുന്നത് വരെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്യാരവൻ സ്റ്റേ ഓക്കെ ഫൈൻ, ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പം എന്താ പറയുക, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അവരാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിൽ ടോപ്പിലാണ് നിങ്ങളുടെ ക്യാരവൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഒരുപാട് ക്യാരവൻസ് ഉണ്ടായിരുന്നു. നമ്മളെടുത്തത് 3 ബെഡുള്ളൊരു ക്യാരവനാണ് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ കീ എടുത്ത് ഓപ്പൺ ചെയ്ത് കയറി. സോ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ആ ഒരു ക്യാരവൻ കാണുമ്പോൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല അതിനുള്ളിൽ ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന്. ഒരു ബെഡ്റൂം കുറച്ച് വലിയ സൈസാണ്, ബാക്കി 2 ബെഡ്റൂംസ് സിംഗിൾ ബെഡ്സ് ഇട്ടിട്ട് അങ്ങനെയാണ്. ദെൻ നമുക്ക് നമ്മുടെ ഹാളിൽ ഉള്ള സോഫാസ്, അത് റിക്ലൈനിങ് സോഫാസാണ്. സോ അത് നമുക്ക് ബെഡ് പോലെ ആക്കിയിട്ട് ഇടാം. ജസ്റ്റ് നമ്മൾ റൂമിൽ കയറി എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെയുള്ള ഏരിയ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. നമുക്ക് ഷോപ്പിൽ പോയിട്ട് പാലൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങി. അവിടെ തന്നെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, പ്ലേ ആക്ടിവിറ്റി ഏരിയാസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സ്വിമ്മിംഗ് പൂളെല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പാലൊക്കെ വാങ്ങി വന്ന് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഷോപ്പുണ്ട്. നമുക്ക് അവിടെ പോയി അതെല്ലാം വാങ്ങി സെറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും ഫ്രഷായി. അതിനുശേഷം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണ്. അതിനു മുമ്പ് ഒരു നല്ല ചായ ഇട്ടൊഴിച്ച് ബിസ്ക്കറ്റൊക്കെ വെച്ച് കഴിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു.
ദെൻ നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് നോക്കി. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ നമ്മൾ ഇവിടെ തന്നെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പുറത്ത് ഗ്രില്ല് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഗ്രില്ല് കുറച്ച് പൊടിയൊക്കെ പിടിച്ച് കുറച്ച് പണി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു കിച്ചണിൽ തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ച് ഗ്രില്ല് ചെയ്തു, പിന്നെ കുറച്ച് നമ്മൾ പാനിൽ വെച്ചിട്ട് വേഗം ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തു. ആൻഡ് എല്ലാവർക്കും നല്ല വിശക്കുണ്ടായിരുന്നു, അത്യാവശ്യം ടയേർഡായിരുന്നു. എന്നാലും നമ്മൾ കുറേ നേരം ഉനോ കാർഡൊക്കെ കളിച്ചിരുന്ന് പാട്ട് പാടി ഡാൻസ് കളിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിയുകയാണ്. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇന്നത്തെ ദിവസം ഫുഡ് പറയാൻ ഇരിക്കാൻ വയ്യ, കാരണം ഫുഡെല്ലാം നൈസായിരുന്നു. നമ്മളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, നൈസായിരുന്നു. കുട്ടികളാണെങ്കിലും അവർ എൻജോയ് ചെയ്തു കേട്ടോ. അവർ തമ്മിൽ കളിച്ചിട്ടും പിന്നെ TV കണ്ടിട്ടും പാട്ട് കേട്ടിട്ടും ഡാൻസ് കളിച്ചിട്ടും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അവരും ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ഒരു കൺസേൺ വരുന്നത്. ഇങ്ങനെ ട്രിപ്പ് പോകുമ്പം അവർ ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല. അവർ ഹാപ്പി ആയിരുന്നാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് ഉനോ കാർഡെല്ലാം കളിച്ചിരുന്ന് കുറച്ച് ഒരു 12-12:30 ഒക്കെ ആയി നമ്മൾ കിടന്നപ്പോൾ തോന്നുന്നു. കിടന്നതേ ഓർമ്മയുള്ളൂ, ഉറങ്ങിപ്പോയി. കാര്യം ഏർലി മോർണിംഗ് നമ്മൾ അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ ഏർലി മോർണിംഗ് വരാൻ വേണ്ടി തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ ടയേർഡാവും. ഓഫ് കോഴ്സ് 5.5 hours ജേണി ഉണ്ട്. ഇവിടെ വന്ന് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി. പിന്നെ മഴ ഉണ്ടായിരുന്നില്ല, അതായിരുന്നു ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, വെതറിൽ മഴ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ എല്ലായിടത്തും പോയപ്പോഴും മഴ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭയങ്കര ചൂടും ഉണ്ടായിരുന്നില്ല, നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ചൂടിൻ്റെ ഒരു ഇത് അറിഞ്ഞിട്ടില്ല, കാറ്റുള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഇതായിരുന്നു നമ്മുടെ റൂം. സോ നമ്മുടെ റൂമിൽ നിന്ന് നൈറ്റിലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ചെറിയ കാടാണ്. ഗുഡ് മോർണിംഗ്. രാവിലെ നമുക്ക് 10 o'clock ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു, നൈറ്റ് ഫുൾ മഴയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അറിയുന്നത് നൈറ്റ് ഫുൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. നമ്മുടെ പ്ലാൻ എവിടേക്കോ കൊളായോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്തു എന്നുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 o'clock തന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ചെറിയൊരു മഴ ആയതുകൊണ്ട് ഒരു 5-10 minutes നമ്മളവിടെ സ്റ്റക്കായി. ദെൻ നമ്മൾ പോയത് സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിലേക്കാണ് കേട്ടോ. അതും ഇത് പറഞ്ഞ പോലെ ബീച്ചാണ്. ഇത് ഫുൾ കോസ്റ്റൽ ഏരിയാസ് തന്നെയാണ്, ബീച്ച് സൈഡാണ്. പേഴ്സണലി എനിക്ക് ബീച്ച് സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ പ്രോപ്പറായിട്ട് അവർക്ക് ഇറങ്ങി കളിക്കാൻ പറ്റിയില്ല കേട്ടോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാര്യം അങ്ങനെ ഇറങ്ങി കളിക്കാൻ പറ്റുന്നൊരു സ്ഥലം നമുക്ക് കിട്ടിയില്ല, അതാണ് സത്യം. കിട്ടിയാൽ തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്ക് അത്ര അറിയുണ്ടായിരുന്നില്ല. ഇതാണ് സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിലേക്ക് പോകാനുള്ള വഴി കേട്ടോ. ഈ കാണുന്നതാണ്. ഇത് ആക്ച്വലി ഒരു ടൈഡൽ ഐലൻഡാണ്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഇസ് നമ്മുടെ ടിൻഡഗൽ കാസിലാണ്. ടിൻഡഗൽ കാസിൽ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സ്ഥലമാണ്. കാര്യം നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഡോറ് തുറന്ന് ഇങ്ങനെ പോകുന്നതൊക്കെ ആയിട്ട്. അപ്പം അത് നമ്മളിങ്ങനെ ഭയങ്കര ഈഗർലി വെയിറ്റ് ചെയ്തിരുന്നൊരു സ്പോട്ടാണ് കേട്ടോ. പേഴ്സണലി ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്തിരുന്നൊരു സ്ഥലമാണത്. നമ്മൾ വന്ന റൂട്ട് മാറിപ്പോയിട്ട് തിരിച്ച് അതിൻ്റെ പ്രോപ്പർ വേയിലൂടെ താഴേക്ക് ഇറങ്ങാൻ എങ്ങനെ പറ്റും എന്ന് നോക്കിയിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന്. ഈ കാണുന്ന സൈഡിലൂടെ വേണം നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവാൻ. ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അത് താഴേക്ക് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഫസ്റ്റ് നമ്മൾ കയറുന്നതിന് മുമ്പ് അത് കണ്ടപ്പോൾ വിചാരിച്ചു ഇറ്റ്സ് ടു എക്സ്പെൻസീവ് എന്ന് വിചാരിച്ചു. ബട്ട് ഭയങ്കര വർത്ത് ഇറ്റാണ്. കാരണം അവിടെ ഒരുപാടുണ്ട് കാണാൻ. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് കേട്ടോ. ആക്ച്വലി പെർ പേഴ്സൺ 20 pounds ആണ്. കിഡ്സ് ആണെങ്കിൽ 12 pounds. 5 yearsന് മേലെയുള്ള കിഡ്സിന് 12 pounds വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ രാവിലെ കയറിപ്പോയി കഴിഞ്ഞാൽ 6 o'clock ആകുമ്പോഴാണ് അത് ക്ലോസ് ചെയ്യുന്നത്. ആ ടൈം ആകുമ്പോഴേക്കും തിരിച്ചു വന്നാൽ മതി. അങ്ങനെ അത്രത്തോളം അവിടെ കാണാനുണ്ട് ആക്ച്വലി. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു കുത്തനെയുള്ള ഇറങ്ങി വന്നിട്ട് വേണം ഈ കാണുന്നത്. അതിൻ്റെ ഫുള്ള് ഹിസ്റ്ററി പറയാണ് കേട്ടോ. നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കാണാനുണ്ട്, എങ്ങനെ പോയി കാണണം എന്നൊക്കെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു. ടിക്കറ്റ് കളക്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചെറിയൊരു ബ്രോഷർ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് എല്ലാം പോയിൻ്റ് ചെയ്തിട്ട് അങ്ങനെ നടന്നു പോവാം. നമ്മൾ പോകുന്ന സ്പോട്ടൊക്കെ, അതായത് എല്ലാ ഏരിയാസിലും നമുക്ക് നല്ല ഫോട്ടോ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്താണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം പോയി. നമ്മളൊരു സ്ഥലത്ത് തന്നെ കുറേ നേരം നിന്ന് അങ്ങനെ പിന്നെ അവസാനമായപ്പോൾ നമ്മൾ കുറച്ച് റഷ് ചെയ്ത് പോകേണ്ടി വന്നു. ശരിക്ക് എനിക്ക് ഏറ്റവും
എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നിയത് അതിൻ്റെ സെൻറ്ററിലുണ്ടായിരുന്ന ആ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിലൂടെ അങ്ങ് നടന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് ചെറുതായിട്ട് കാലിലൊക്കെ ചെറിയൊരു തരിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു സൈഡിലൂടെ നമ്മളിങ്ങനെ കയറി വന്ന് ഒരു ഹാഫ് വേ ഒക്കെ ആകുമ്പം നമ്മൾ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഒരുപാട് സ്പോട്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ. നമ്മൾ ഈ പറഞ്ഞ പോലെ രാവിലെ വന്ന് ഈവനിങ് ഇറങ്ങി പോകണം, എന്നാലേ നമ്മളത് ഫുൾ കവർ ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം അവിടെ പോകും. കാര്യം ഓരോ ന്യൂക്ക് ആൻഡ് കോർണേഴ്സും അത്ര ബ്യൂട്ടിഫുള്ളാണ് അവിടെ. ടോപ്പ് എൻഡിലെത്തുമ്പോൾ കാണുന്നൊരു സ്റ്റാച്യു ആണ് കേട്ടോ. അതൊരു ബ്രോൺസ് സ്റ്റാച്യു ആണ്. ഗലോസ് അങ്ങനെ ആണ്. അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ആക്ച്വലി ഇതൊരു കോണിഷ് വേർഡാണ് ഫോർ പവർ. അതാണത് മീൻ ചെയ്യുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്നുള്ള വ്യൂവും ഭയങ്കരമായിരുന്നു കേട്ടോ. തിരിച്ച് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഉള്ളൊരു ഇതാണിത്. ഇത് നമ്മൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു UK കിണറൊക്കെ ഉണ്ടോയെന്ന്. 13th സെഞ്ച്വറിയിലുള്ളൊരു കിണറാണ് ഈ കാണുന്നത്. അത് ഫുള്ളി എന്താ പറയുക സേഫാക്കി വെച്ചിരിക്കുകയാണ് അവിടെ. ചെറുതായിട്ട് മഴയൊക്കെ ഏതോ സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് കാർമേഘമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 6 ആകുമ്പോഴേക്കും താഴേക്ക് ഇറങ്ങണം. അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സൊക്കെ നമ്മളോട് വന്ന് പറയണ്ടായിരുന്നു നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും, അപ്പോൾ വേഗം ഇറങ്ങിക്കോ എന്നൊക്കെ. ഇതാണ് ഈ ട്രിപ്പിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ഇതുപോലൊരു സ്ഥലം ഞാൻ ഇതുവരെ പോയിട്ടില്ല. കൂടുതലും എനിക്ക് യാത്ര ചെയ്യാൻ കോസ്റ്റൽ ഏരിയാസ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ പോയില്ല എന്നല്ല കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള ഏരിയാസ് ആകുമ്പോൾ എനിക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ മൈൻഡ് വിത്തൗട്ട് ഒന്നും കൊടുക്കാതെ തന്നെ റിഫ്രഷ് ആവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പേഴ്സണലി എനിക്ക് ട്രിപ്പ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തന്നത് ഈ ഒരു സ്ഥലമാണ്. പിന്നെ നമ്മളെല്ലാവരും എന്താ പറയുക ഹാപ്പി ആയിട്ട് നമ്മുടെ കാരവൻ സ്റ്റേ ചെയ്തതും അതൊക്കെ അത് എന്താ പറയുക നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് കിട്ടിയ സാധനമല്ല. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് എന്നാണല്ലോ. സോ ഈ ട്രിപ്പ് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ഇവിടെ വരും. നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴേ. സോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Until then, bye from Being She and Sa.